ഇന്നൊരു പെയിൻറ്റിങ്ങായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഓണമൊക്കെ വരാറായില്ലേ, അപ്പോൾ നമുക്ക് ടിഷ്യൂലൊക്കെ നല്ല അടിപൊളി പെയിൻറ്റിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ബട്ടർ പേപ്പറിൽ ഇതുപോലെ പെന്ന് കൊണ്ട് വരച്ചിട്ട് ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ഇതിന് മുകളിൽ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് വരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് ട്രേസ് ചെയ്യുന്നെങ്കിൽ ട്രേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പിങ്ക് കളറിന് വേണ്ടിയിട്ട് റെഡും അതുപോലെ വൈറ്റും മിക്സ് ചെയ്തിട്ടാണ് പിങ്ക് കളർ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനൊരു പാത്രത്തിലാണ് കേട്ടോ പെയിൻറ്റ് മിക്സ് ചെയ്ത് പാലറ്റ് കുഞ്ഞ് കളിക്കാനെടുത്തോണ്ട് ഞാനിപ്പോൾ കുറേ ആയിട്ട് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അടിയിൽ വൈറ്റ് കൊടുക്കുന്നത്, വൈറ്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള കളർ അതിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വൈറ്റും ആ ഒരു എതളിൻ്റെ അതേ ഷേപ്പിലൊന്ന് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പിങ്ക് കളർ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ പിങ്ക് കളർ തന്നെ എടുത്താൽ മതിട്ടോ. എനിക്ക് പിങ്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ റെഡും വൈറ്റും മിക്സ് ആക്കിയിട്ട് ഒരു പിങ്കിൻ്റെ ഷെയ്ഡിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ റെഡും വൈറ്റും കൂടി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ എടുക്കാം. മുകളിൽ നിന്ന് വേണം നമ്മൾ താഴത്തേക്ക് ഇതുപോലെ കൊടുക്കട്ടെ. സെൻറ്ററിലൊന്നും എടുത്തുവിടാം. അതിൻ്റെ മുകളിലത്തെ ആ ഒരു പോയിന്ന് ജസ്റ്റ് ഇങ്ങനെ ആദ്യം ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടും താഴത്തേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ വലിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് പോലെ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫുള്ളായിട്ട് ഒന്നിങ്ങനെ ചെയ്തെടുക്കാം. ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം പെയിൻറ്റിൽ മുക്കിയിട്ട് ഇതുപോലെ തന്നെ മുകളിൽ ഇട്ടിട്ടും ഇതുപോലെ മെല്ലെ മെല്ലെ താഴത്തേക്ക് തന്നെ വലിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. താഴത്തേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് ലൈറ്റ് കളർ ആയത് കണ്ടില്ലേ, ഇതേപോലെ തന്നെ മുകളിൽ ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് താഴത്തേക്ക് മെല്ലെ മെല്ലെ വലിച്ച് താഴത്തേക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ രണ്ടുകൂട്ടം കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറച്ചൊരു കളർ കിട്ടും. അപ്പോൾ ഇതിൽ കാണുമ്പോൾ ചിലപ്പോൾ നല്ല കളർ ഉണ്ടാകും, കുറച്ച് പെയിൻറ്റ് ഉണങ്ങി കഴിയുമ്പോൾ കുറച്ചൊരു ഡിമ്മാവും കേട്ടോ കളർ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊടുത്തും അതിന് ശേഷം നമുക്ക് താഴ്വശത്ത് വൈറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. വൈറ്റ് താഴത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുകളിൽ ഒരുപാട് ഇടാനല്ല പറയുന്നത്, ജസ്റ്റ് ഒന്ന് വൈറ്റിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുക്കിയെടുക്കാം. എന്നിട്ട് താഴെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന മുകളിലോട്ടേക്ക് ഇങ്ങനെ ഉരച്ച് കൊടുക്കാം കേട്ടോ. വരക്കുന്നത് മീൻസ് ഞാൻ ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഷെയ്ഡ് കണക്ക് കൊടുക്കുക. അപ്പോൾ പകുതി ഷെയ്ഡ് വന്നാൽ നേരെ പകുതിയത് പിങ്ക് നേരെ പകുതിയും വൈറ്റ് നേരെ പകുതി ആവാൻ പാടില്ല. നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കണക്ക് ഇങ്ങനെ ഷേപ്പ് ഇതിൻ്റെ ഷേപ്പ് വേണം. പറഞ്ഞാൽ മനസ്സിലാവും. നേരെ പകുതി ഇങ്ങനെ വരച്ചതുപോലെ ആക്കാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നതല്ലേ. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സൈഡിലുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാം ഞാൻ അതുപോലെ കാണിക്കുന്നില്ല കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒന്ന് ചെയ്തതിന് സൈഡിൽ വരുന്ന സമയത്ത് സൈഡിൽ കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യാട്ടോ. എന്താ വെച്ചാൽ അപ്പുറത്തേക്ക് ആവാൻ പാടില്ല, മുട്ടിയിട്ടാന്ന് വരുന്ന രീതിക്ക് വേണം സൈഡ് ചെയ്യാൻ. പിന്നെ ഇപ്പോൾ സൈഡിലേക്ക് കുറച്ച് ആ ഭാഗത്ത് കുറച്ച് സ്പീഡിൽ ഇട്ട് കൊടുത്താലും പ്രശ്നമില്ല. ഈ ഒരു സൈഡ് നമ്മൾ നല്ല ബ്രഷ് ഉപയോഗിച്ചിട്ട് മറ്റേലേക്ക് ആവാത്ത രീതിക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഒരു ഫ്ലവർ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്ത് നമുക്ക് ലീഫിന് നോക്കട്ടെ താഴത്ത്. അപ്പോൾ ലീഫ് ഉണ്ട് എടുക്കുന്നത് ആദ്യം വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും മിക്സ് ആക്കിയിട്ട് കുറച്ച് ലൈറ്റ് കളർ ആക്കണം. ഞാനിപ്പോൾ അത് ആദ്യം ഓർമ്മയില്ലാണ്ട് ഡാർക്ക് ഗ്രീൻ കൊണ്ടിട്ട് അവിടെ കൊടുത്തിട്ട് അവിടെ ലൈറ്റ് ഗ്രീനാണ് വേണ്ടത്. അപ്പോൾ വൈറ്റും ഗ്രീനും മിക്സ് ആക്കിയിട്ട് ലൈറ്റ് കളറാക്കാം. എന്നിട്ട് അത് നമുക്കത് ഇവിടെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ലീഫ് നമ്മൾ പല രീതിക്ക് ചെയ്യലിട്ട് നമുക്ക് യെല്ലോയും കൂടി ആഡ് ആക്കാൻ പറ്റും കേട്ടോ. ലീഫ് ചെയ്യുന്ന സമയത്ത് യെല്ലോ ഷെയ്ഡും കൂടി വരുന്ന രീതിക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ പകുതി ഇതുപോലെ ലൈറ്റ് ഗ്രീൻ ഇടുന്നു. മുകൾ വശത്ത് പകുതിക്കേക്ക് ഇതുപോലെ ലൈറ്റ് ഗ്രീൻ ഇട്ടിട്ടും താഴ്വശത്തിന് ഡാർക്ക് ഗ്രീൻ ഒരു ഷെയ്ഡ് പോലെ ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ടേക്ക് ഇങ്ങനെ വലിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ താഴ്വശത്ത് ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈൻ കണക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ഗ്രീൻ കൊടുത്തതിന് ശേഷം മുകളിലോട്ടേക്ക് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. ഒരു ലെയർ ആദ്യം കൊടുക്കുക, അതിന് ശേഷം നമുക്ക് രണ്ടാമത് വീണ്ടും കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലെയറും കൂടി കൊടുത്തെടുക്കാം കേട്ടോ. പിന്നെ ഡാർക്ക് ഗ്രീൻ കൊടുത്ത് അതേ ബ്രഷ് കൊണ്ട് തന്നെയാണ് താഴത്ത് കൊടുക്കുന്നത്. ബ്രഷ് കഴുകുന്നില്ല, ഒരു ലൈറ്റ് ഗ്രീൻ കളർ കണക്ക് വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതേ ഇത് കൊടുത്തിട്ടും ജസ്റ്റ് വൈറ്റിൽ മുക്കിയിട്ട് നമുക്കത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ബ്രഷ് കഴുകാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല. ടിഷ്യൂവിൽ വേഗം സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ചാലും തുടച്ചെടുക്കും. ഒരു കോട്ടൻ്റെ തുണി എടുത്ത് വെച്ചിട്ട് ഓരോ ഇത് കഴിയുമ്പോൾ തുടക്കാറാണ്, ഞാൻ കഴുകാറില്ല കേട്ടോ. ബ്രഷ് ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് തുടങ്ങിയാലും പിന്നീട് ഇടയിൽ പെയിൻറ്റ് മാറുന്നതിനനുസരിച്ച് ഞാൻ കഴുകി കൊടുക്കാറില്ല കേട്ടോ. അതിനുശേഷം താഴത്തുനിന്ന് ഇതുപോലെ ഇങ്ങനെ ഡാർക്ക് ഗ്രീൻ കൊടുത്തിട്ട് സൈഡിലോട്ടേക്ക് ഇതേപോലെ കൊടുത്തിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അടിവശത്ത് നമ്മൾ വൈറ്റ് ഇട്ടത് കൊണ്ടാണ് കേട്ടോ ഗ്രീൻ കൊടുക്കുന്ന സമയത്ത് ഒരു കട്ടി കിട്ടാത്ത പോലെ തോന്നും. നമുക്ക് അധികം ഡാർക്ക് വേണ്ട. ഇതുപോലെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കുക. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. സാധാരണ യെല്ലോ മിക്സ് ആക്കിയിട്ടാണ് ചെയ്തെടുക്കാറ് ലീഫും. ഇങ്ങനെ വൈറ്റ് ഇതുപോലെ ഒരു ഷെയ്ഡ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ടൈം എടുത്തു എന്നില്ല ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ മുകളിൽ കുറച്ചൊരു വൈറ്റ് കണക്കാൻ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഷെയ്ഡിക്ക് വരുന്ന രീതിക്കാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വൈറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന നമുക്ക് ഇതേപോലെ തന്നെയാണ് നേരത്തെ ചെയ്താണ്. ആദ്യം ലൈറ്റ് ഗ്രീൻ ഇട്ടിട്ട് പിന്നെ താഴ്ന്ന് ഡാർക്ക് ഗ്രീൻ ഇട്ട് മുകളിലോട്ടേക്ക് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു
പൂവിൻ്റെ മൊട്ടുണ്ട് കേട്ടോ. മൊട്ടും അതിനൊരു ഗ്രീൻ കളർ മൊട്ട് എന്ന് ഇവിടെ പറയും കേട്ടോ പൂവിൻ്റെ അതിന്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഗ്രീൻ കൊടുക്കുക കേട്ടോ. നേരത്തെ ചെയ്ത കണക്ക് തന്നെ മുകളിൽ നമുക്ക് ലൈറ്റ് ഗ്രീൻ ഇട്ടിട്ട് താഴ്ന്ന് ഡാർക്ക് ഗ്രീൻ മുകളിലോട്ടേക്ക് ഷെയ്ഡിങ് കണക്കാണ് കേട്ടോ അതും കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഔട്ട്ലൈൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണെന്നുള്ളത്. അത് ഫ്ലവറിന് ഔട്ട്ലൈൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതിലാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് ഈ ഫ്ലവറിൻ്റെത് വരുന്നത്. മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. വളരെ സിമ്പിളാണ്. നമുക്ക് ഓണത്തിനൊക്കെ സ്കേർട്ടിനോ അതുപോലെ തന്നെ ഏലിയൻ ടോപ്പിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു ഏലിയൻ ടോപ്പിനാണ്. ഒരു 7 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഏലിയൻ മോഡലിന് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇത് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ബൈ ബൈ.